ഈ ഞായറാഴ്ച പള്ളി വെച്ച് ആരാധനയുടെ കൂടെ തന്നെ ഒരു കുഞ്ഞിന്റെ ഡെഡിക്കേഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 12 മണിയോടുകൂടി ആരാധനയൊക്കെ അവസാനിപ്പിച്ചു. അതിനുശേഷമായിരുന്നു ഈ ഡെഡിക്കേഷൻ. മക്കളെ ഹോമം നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു എന്ന് ബൈബിൾ പറയുന്നത് പോലെ ദൈവം അവർക്ക് കൊടുത്ത പൈതലിനെ ദൈവനാമത്തിൽ സമർപ്പിക്കുകയും കുഞ്ഞിന് പേരിടുകയും ചെയ്യുകയാണെന്ന്. വിവാഹവേദിയിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ ദേവദാസന്മാർ നൽകുന്നത് പോലെ തന്നെ ആദ്യമായി മാതാപിതാക്കളാകുന്നവർക്കും ദൈവവചന പ്രകാരമുള്ള ഉപദേശങ്ങൾ ദേവദാസന്മാർ നൽകാറുണ്ട്. കുഞ്ഞിനെ ദൈവനാമത്തിൽ സമർപ്പിച്ച് നെർമിൻ മറിയം ജിനു എന്ന് പേരിട്ടു. അങ്ങനെ ഡെഡിക്കേഷനും കഴിഞ്ഞു. അന്നത്തെ ഫുഡും അവരുടെ വകയാണ്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിക്കാനിരുന്നു. അന്ന് ചർച്ചിൽ വേറെയും കുറെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ എടുത്തുകൊണ്ട് ആന്റി പെണ്ണ് പൊന്നൂസിനെ ഒന്ന് വഴക്കുണ്ടാക്കുകയാണ്. പൊന്നൂസ് ലേശം കുശുമ്പുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. റൈസും ഉണ്ടായിരുന്നു, ചോറും ഉണ്ടായിരുന്നു. പൊന്നൂസിന്റെ കാര്യം പറയണ്ടല്ലോ, ചോറും സാമ്പാറുമാണ് കഴിച്ചത്. ദേ നമ്മുടെ അച്ചാച്ചൻ ഇവിടെ നിന്ന് ചിക്കൻ കാലൊക്കെ കടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നൂസിന്റെ വയറൊക്കെ നിറച്ചിട്ട് ഞാനും ലിജിമോളും കൂടെ സമാധാനത്തോടെ ഇരുന്ന് തട്ടാൻ പോവാണ്. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു പിടി അങ്ങ് പിടിച്ചു. കൈയൊക്കെ കഴുകി ഞാൻ ഐസ്ക്രീമും കൊണ്ട് ചെന്നപ്പോ ദേ ഒരുത്തി പപ്പടവും പിടിച്ചോണ്ട് നിൽക്കുന്നു. ചോറിന്റെ സാമ്പാറിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ കഴിച്ചോണ്ട് നടക്കുക. കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് ഒക്കെ പൊന്നൂസ് കൊണ്ട് കൊടുത്തു.